ഇനി ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു മീൻകറി റെസിപ്പി ഉണ്ടോ കാണിക്കുന്നത്. അധികം ചേരുവകളൊന്നും ചേർക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുളകിട്ട മീൻകറി റെസിപ്പിയുണ്ട്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ഉലുവിടുക. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഇത്രയും ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു കൂട്ടുണ്ടാക്കാനുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് കായപ്പൊടി, പിന്നെ കുറച്ച് പുളിയുടെ വെള്ളം. ഞാൻ കുടംപുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഒരു പേസ്റ്റും അല്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് പെട്ടെന്ന് പൊടി അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ച ചുവ മാറുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഭാഗം എന്ന് വെച്ചാൽ ചട്ടിയിൽ നിന്ന് ഈ ഒരു ഗ്രേവി വിട്ട് വന്നം. അതാണ് കേട്ടോ കറക്റ്റ് പരുവെന്ന് പറയണത്. അപ്പോൾ എല്ലാം കൂടെ വഴണ്ട് എടുക്കുകയാണേ. അതിനുശേഷം ചട്ടിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്ന ആ ഒരു കറക്റ്റ് പരുവാകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയോട് കൂടി തന്നെ പുളിവെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. കുടംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളിയോ വാളംപുളിയോ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു കറി ഒന്ന് നന്നായിട്ട് തിളക്കണം കേട്ടോ. അപ്പോഴൊക്കെ ഉണ്ട് നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു തിളയൊക്കെ വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പുളിയെല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്കത് മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി പൊട്ടിപ്പോകാൻ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എല്ലാ മീനും ആ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന രൂപത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്സോളം ഒരു ഹാഫ് സിമ്മിലിട്ട് കുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല ചൂട് ചോറും അതുകൂടെ തന്നെ നല്ല മുളകിട്ട മീൻകറിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഗ്രേവി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനുണ്ടാക്കിയൊരു മീൻകറിയാണോ. അപ്പോൾ ആ ഒരു മീൻകറിയും കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മാങ്ങച്ചാറാണ് കേട്ടോ. മാംഗോ പിക്കിളാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് റൂബിക്ക ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്കയും